നമസ്കാരം. യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുത്തതിന് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ച റഹീം എംപിക്ക് മറുപടിയുമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. പിണറായിയുടെ കാലത്ത് വിവാദമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവിയുടെ റഹീമിനുള്ള മറുപടി. മഴക്കെടുതി നിലനിൽക്കെ യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ സൗഹൃദ സന്ദർശനത്തിന് മുഖ്യമന്ത്രി എത്തിയതും വിരുന്നിന് പങ്കെടുത്തതിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു റഹീമിന്റെ വിമർശനം. ആദ്യം അവിശ്വസനീയമായി തോന്നിയ ദൃശ്യങ്ങളാണെന്നും പിന്നീട് ഉറപ്പുവരുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് നമ്മളുടെ സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ചെലവഴിച്ച നിമിഷങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റഹീം വീഡിയോ പങ്കുവച്ചത്. ഇത് പിന്നീട് സൈബർ ഇടത്തിൽ വലിയ ചർച്ചയാകുകയും മുഖ്യമന്ത്രി വി.ഡി. സതീശന് നേർക്ക് വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് മറുപടിയുമായി ശ്രീനാദേവിയും രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ശ്രീനാദേവിയുടെ മറുപടി. കുറിപ്പിങ്ങനെ: റഹീം സഹോ, എന്താണ് ദുരന്തകാലത്ത് അവിശ്വസനീയമായ ചെയ്തികളെന്ന് പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈയിട്ട് വാരിയത്, റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് പ്രളയശേഷം റോഡുകൾ പണിതതിൽ അഴിമതി കാട്ടിയത്, ഏതാണ്ട് 10 വർഷം കിട്ടിയിട്ടും പ്രളയ മാനേജ്മെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കാതിരുന്നത്, തോട്ടപ്പള്ളി സ്പിൽവേ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയ്ക്ക് നേരെ കണ്ണടച്ചത്, കോവിഡ് കാലത്ത് തൽപരകക്ഷികളിൽ നിന്നും PP കിറ്റ് വാങ്ങി കൈയിട്ട് വാരിയത് അൺഡ്യൂ ഫേവർ ആണെന്ന് CAG വിശേഷിപ്പിച്ചത്, കോവിഡ് നിരീക്ഷണത്തിനായി അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിനും സ്വകാര്യതയും നടപടിക്രമങ്ങളിൽ ലംഘിച്ച് മനുഷ്യരുടെ ഡേറ്റ നൽകിയത്, രക്തസാക്ഷികളുടെ ഫണ്ടിൽ പോലും കഴുകൻ കണ്ണുകളോടെ നോക്കിയവർക്ക് എന്ത് പ്രളയം, എന്ത് കോവിഡ്, എന്ത് കമ്മിറ്റ്മെന്റ്, ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിനു പിന്നാലെ ശ്രീനാദേവിയെ പിന്തുണച്ചും റഹീമിനെ പരിഹസിച്ചുകൊണ്ടും സൈബറിടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പിന്തുണയുമായി രംഗത്ത് വന്നു. മഴയെ നമ്മൾ അതിജീവിക്കും, മഴക്കെടുതികളെ നമ്മൾ അതിജീവിക്കും. എന്നാൽ ഈ ദുരന്ത സമയത്തും കള്ളം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന അധികാര നഷ്ടമായതിന്റെ പേരിൽ കിളിപോയ അന്തം കമ്മികളുടെ കരച്ചിൽ അതിജീവിക്കാനാണ് പ്രയാസം. ഈ ദുരന്തവും ഈ നാട് അതിജീവിച്ചേ പറ്റൂ. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയിൽ പിണറായി വിജയൻ 10 ദിവസം പട്ടിണി കിടന്ന സുഹൃത്തുക്കളെ, ഇനിയുള്ള കാലം കരഞ്ഞു തീർക്കുക ആശയദാരിദ്ര്യം നേരിടുന്ന സഖാക്കൾ. CPM ആയിരുന്നുവെങ്കിൽ വലിയ മാധ്യമ തള്ളുകൾ, ബക്കറ്റ് പിരിവ്, ഫോട്ടോ, റീല് ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ അതത് ജില്ലയിൽ ജനപ്രതിനിധികൾ, കളക്ടർ, പഞ്ചായത്ത് അംഗങ്ങൾ ഇവരൊക്കെ നേരിട്ട് പ്രവർത്തിക്കും. അതിനാണ് ജനങ്ങൾ പൈസ കൊടുത്ത് തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. റഹീമും ഗോവിന്ദൻ മാഷുമാണ് UDFന്റെ ഐശ്വര്യം. ഇങ്ങനെ പോകുന്നു സൈബറിടത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കമന്റുകൾ. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണെന്നായിരുന്നു റഹീമിന്റെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ടത് അടിയന്തര സാഹചര്യമാണ്. എന്നാൽ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് മലപ്പുറം പൊന്നാനിയിലെ ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ അതിഥിയായി എത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സമയം ചെലവഴിക്കുന്നത് തികച്ചും അനുചിതവും അനവസരത്തിലുമായി പോയെന്നായിരുന്നു റഹീം പറഞ്ഞത്. നാട് മുഴുവൻ ഭീതിയിലും ആശങ്കയിലും കഴിയുമ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഈ നടപടി തികച്ചും അനവസരത്തിലുള്ളതും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. അടിയന്തരമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.